ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചോദ്യം തന്നിരിക്കുന്നത് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടെത്തുക എന്നതാണ്. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടെത്താൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ റേഡിയോ എന്നാണ് ചോദ്യം. ഷീ റെക്കോർഡഡ്. ഇവിടെ നൗൺ ഫ്രേസ് കണ്ടെത്താൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പരീക്ഷകളിൽ ചോദിക്കാവുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായാലും ശരി തന്നെയാണ്, അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നവർക്കായാലും ശരി തന്നെയാണ്. അപ്പോൾ നോൺ ഫ്രേസ് കണ്ടെത്തണമെങ്കിൽ സെന്റൻസിനകത്ത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന വേർഡ് ഏതോ അതെന്തായിരിക്കും, നൗൺ ആയിരിക്കും. ഇവിടെ ഷീ. ഇനി ഇതിനകത്ത് വേറൊരു നൗൺ ഫ്രേസ് കൂടെ ഉണ്ട്. എന്താ? മൈ ടെക്സ്റ്റ് ബുക്സ്. മൈ ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. എങ്ങനെ നോക്കൂ? അപ്പോൾ നൗൺ ഫ്രേസ്, നൗൺ ഫ്രേസ്, നൗൺ ഫ്രേസ്. അപ്പോൾ ഏതാണ് നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ ഷീ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എഴുതാം മൈ ടെക്സ്റ്റ് ബുക്സ്, മൈ ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ഇതിന് ശേഷം ഈ വേർഡ് കൂടി എഴുതിക്കൊള്ളണം. ഓൺ റേഡിയോ, ഓൺ റേഡിയോ. ഇതാണ് നൗൺ ഫ്രേസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാകും. ഇനി അടുത്തത് എഴുതേണ്ടത് എന്താ? വെർബ് ഫ്രേസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വെർബ് ഫ്രേസ് നമുക്കിവിടെ നോക്കാം. വെർബ് ഫ്രേസ്, വെർബ് ഫ്രേസ്. ഏതാണ് വെർബ് ഫ്രേസ്? ഈ സെന്റൻസിനകത്ത് റെക്കോർഡഡ് എന്ന് പറയുന്നതാണ് വെർബ്. അപ്പോൾ ഈ വെർബ് മുതൽ ബാക്കി വരുന്നതെല്ലാം അതിനകത്തുള്ള വെർബ് ഫ്രേസ് ആണ്. ഓർമ്മിക്കുമല്ലോ. അപ്പൊ നമുക്ക് എഴുതാം എന്താ? റിക്കോർഡഡ്, റിക്കോർഡഡ്, റിക്കോർഡഡ്. RECORDED, റിക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ്. അതെല്ലാം എഴുതണം കേട്ടോ. ടെക്സ്റ്റ് ബുക്സ്, മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ റേഡിയോ, ഓൺ റേഡിയോ. ഇതാണ് ഇതിന്റെ ആൻസർ. സോ സിമ്പിൾ. അപ്പോൾ എന്താ? നോൺ ഫ്രേസും വെർബ് ഫ്രേസും എഴുതാനായിട്ട് പരീക്ഷകളിൽ ചോദിക്കും. അത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യമേ ആയിട്ടുള്ളൂ. ഒരു ചെറിയൊരു ചോദ്യം, ടാഗ് എഴുതാൻ കൂടിയുള്ള ഒരു ചോദ്യം കൂടി തന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികൾക്കും എൻ്റെ കാഴ്ചക്കാർക്കും ഇതിന് യാതൊരു മടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന് ഒരു ചോദ്യം കൂടി നമുക്ക്, ആ ചോദ്യം കൂടി ഞാൻ ഇവിടെ എഴുതാം. നമുക്കത് പരിശോധിക്കാം എന്താണ് അത് എന്ന് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതെല്ലാം ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യണം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പറയുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഇതാ അടുത്തൊരു ചോദ്യം ടാഗ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. നോക്കൂ, നമ്മൾ പല ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്, എങ്കിലും കൂടെ കൂടെ ഇത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ യു ഹാവ് ടെസ്റ്റഡ് മെനി ഡിസൈൻസ്, മെനി ഡിസൈൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ടാഗ് നമുക്ക് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ നിയമങ്ങളൊക്കെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് നോക്കുക? സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കണം. അപ്പോൾ ആ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിനകത്ത് നണ്ണ്, നോ വൺ, നത്തിങ്, നോവെയർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, ഇത് നെവർ, ഇതൊന്നും അതിനകത്ത് കാണുകയില്ല. അപ്പോൾ ഇത് ഈ സെന്റൻസ് എന്താണ്? പോസിറ്റീവ്. ഇതിനകത്ത് അതില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതും? ടെസ്റ്റഡ് മെനി ഡിസൈൻസ്. എന്താ അവിടെ ഒരു അക്ഷരം വിട്ടുപോയി അല്ലയോ? നോക്കൂ, ഞാൻ കണ്ടെത്തി കേട്ടോ. അതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ ഇതിന് ഓക്സിലറി വെർബ് ആദ്യം എടുക്കുക, സെന്റൻസ് കോമ ഇടുക, എന്നിട്ട് ഓക്സിലറി എടുത്തു ഹാവ്. ഇതിനോടൊപ്പം നോട്ട് ചേർക്കണം. നോട്ട് ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത്, ഹാവിന്റ്. എന്നിട്ട് ഇതിന്റെ സബ്ജക്ട് റിപ്പീറ്റ് ചെയ്യണം. ആ സബ്ജക്ട് എന്ന് പറയുന്നത് പ്രോനൗൺ തന്നെ ആയിരിക്കണം. അത് എഴുതിയതിനു ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിടെ 1 മാർക്ക് നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഈ ഹാവിന്റ് വന്നു എന്നതാണ് എഴുതി കാണിച്ചത്. ഹാവ് പ്ലസ് നോട്ട് എന്ന് പറയുന്നതാണ് ഹാവിന്റ്. മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും നന്നായി പഠിക്കുക, ചാനൽ കേൾക്കുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനായി അഭ്യർത്ഥിക്കുക, കമന്റും ലൈക്സും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആഗ്രഹത്തോടെ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നമസ്കാരം.